എല്ലാവർക്കും ചിങ്കാൻവിയുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ട്ടാ. അപ്പോൾ അതെ ഇന്നുണ്ടല്ലോ നല്ലൊരു നൂൽ പൊറോട്ടയുടെ റെസിപ്പിയാണ്. അപ്പോൾ നമ്മൾ മലയാളികൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരു വിഭവങ്ങളിൽ ഒന്നാണല്ലേ നൂൽ പൊറോട്ട അല്ലെങ്കിൽ പൊറോട്ട. അതിൻ്റെ കൂടെ കഴിക്കാനായിട്ടുള്ള ബീഫും. അപ്പോൾ ഈ ഒരു റെസിപ്പി നമുക്ക് വളരെ ടേസ്റ്റി ആയിട്ടും എങ്ങനെ വളരെ സോഫ്റ്റ് ആയിട്ടും തയ്യാറാക്കിയെടുക്കാൻ നോക്കാം. അപ്പോൾ അതിനായിട്ട് വീഡിയോയിലേക്ക് കിടക്കാം. ഓക്കെ. അപ്പൊ ദേ ഇതിനായിട്ടുണ്ടല്ലോ ആദ്യം തന്നെ ഒരു പാത്രത്തിലേക്ക് ഒരു മുട്ട ഒന്ന് പൊട്ടിച്ചൊഴിക്കാട്ടാ. എന്നിട്ട് ഇതിലേക്ക് ഒരു ടീസ്പൂൺ പഞ്ചസാര ഒന്ന് ചേർത്ത് കൊടുക്കാം. പിന്നെ ഉണ്ടല്ലോ ഒരു അര ടീസ്പൂണോളം ഉപ്പും കൂടി ഒന്ന് ചേർത്തിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാട്ടാ. അപ്പോൾ ആ പഞ്ചസാര ഉപ്പൊക്കെ നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് അതിന് ശേഷമാണ് നമ്മൾ ഇതിലേക്ക് നമ്മുടെ മൈദ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇവിടെ ഒരു 3 കപ്പ്, അതായത് 250 ml കപ്പിൽ ഒരു 3 കപ്പോളം മൈദ ഞാൻ ഇതിലേക്ക് ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഇതേ നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ആ മുട്ടയും അല്ലെങ്കിൽ ഈ മൈദപ്പൊടി നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ആക്കി എടുത്തതിന് ശേഷമാണ് വെള്ളം ഒഴിച്ച് കൊടുക്കേണ്ടത്. അങ്ങനെ ഇതേ വെള്ളം കുറേശ്ശെയായിട്ട് ഇതിലേക്ക് ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആ കപ്പ് കൊണ്ട് തന്നെ ഒരു കപ്പിൻ്റെ അടുത്ത് തന്നെ വെള്ളം നമ്മൾ ഇതിലേക്ക് ഒന്ന് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വെള്ളമൊക്കെ നമ്മൾക്ക് നോക്കിയിട്ട് പാകത്തിനനുസരിച്ചിട്ട് ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് ഇതേ നന്നായിട്ട് തന്നെ ഒന്ന് ഇതേപോലെ കുഴച്ചെടുക്കണം. ഇനി ഇതേപോലെ ഒന്ന് കുഴച്ചെടുത്തതിന് ശേഷം നമുക്ക് ഇനി ഇതിൻ്റെ ഉണ്ടല്ലോ കൗണ്ടർ ടോപ്പിൽ ഇട്ടിട്ട് വേണം കേട്ടോ ഞാൻ ഒന്ന് കുഴച്ചെടുക്കാനായിട്ട്. അപ്പോൾ അതിനായിട്ട് ആദ്യം തന്നെ കുറച്ച് പൊടിയൊന്ന് മൈദപ്പൊടി ഒന്ന് തൂവി കൊടുത്തിട്ട് ഇതിനതേ നന്നായിട്ട് തന്നെ നമ്മളൊന്ന് കുഴച്ചെടുക്കാം. അപ്പോൾ കുഴച്ചെടുക്കുമ്പോൾ എപ്പോഴും നന്നായിട്ട് കുറേ നേരം തന്നെ കുഴച്ചെടുക്കണം. അപ്പം എങ്കിൽ മാത്രമാണ് അത് നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ഒരു 10 മിനിറ്റോളൊക്കെ ഒന്ന് കുഴച്ചെടുത്താൽ നല്ലതായിരിക്കും. അപ്പോൾ നമ്മൾ കൈ വിടാതെ തന്നെ നന്നായിട്ട് തന്നെ ഒന്ന് കുഴച്ചെടുത്തുകൊണ്ടിരിക്കുക. ഇനി ഇതിന് ശേഷം ഉണ്ടല്ലോ ഇതിനെ നമുക്ക് ഇതിലേക്ക് ഞാൻ കുറച്ച് ഓയിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഒരു ടേബിൾ സ്പൂണോളം ഓയിൽ ഇതുമ്മേലേക്ക് ഒന്ന് ചേർത്ത് കൊടുത്തിട്ട് വീണ്ടും ഇതിനെ നന്നായിട്ട് തന്നെ ഒന്ന് കുഴച്ചെടുക്കുക. അപ്പോൾ ഈ ഓയിലൊക്കെ ചേർത്ത് കൊടുക്കുമ്പോൾ നമ്മുടെ പൊറോട്ട നല്ല സോഫ്റ്റ് ആയിട്ട് വരും. അപ്പോൾ അതിനായിട്ട് ആവശ്യത്തിനുള്ള ഓയിലും കൂടി ചേർത്തിട്ട് ഇതിനെ വീണ്ടും നല്ല പോലെ തന്നെ കുഴച്ച് അങ്ങനെ നമുക്ക് ഇതേപോലെ നല്ലോണം ഉരുട്ടി നല്ല ഷേപ്പാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ നമ്മുടെ മാവ് റെഡിയായി വന്നിട്ടുണ്ട്. ഇനി എന്താ ചെയ്യാൻ പോകുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ കുഴച്ചെടുത്ത ആ പാത്രം ഉണ്ടല്ലോ അതിലേക്ക് ആദ്യം കുറച്ച് ഓയിലൊന്ന് ഒഴിച്ച് കൊടുത്തിട്ട് അതിൻ്റെ മുകളിലേക്ക് നമുക്ക് ഈ ഒരു കുഴച്ച് വെച്ചിരിക്കുന്ന മാവ് ചേർത്ത് അതിന് മുകളിൽ കുറച്ച് ഓയിലും കൂടി ഒഴിച്ചിട്ട് ഇതിനെ നമുക്കൊന്ന് അടച്ച് വെച്ച് ഒരു 3 മണിക്കൂർ ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വയ്ക്കാം കേട്ടോ. അങ്ങനെ 3 മണിക്കൂറൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. നമ്മുടെ നോക്കിയ മാവ് നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൽ നിന്ന് ഓരോരോ ബോളുകളാക്കി എടുത്തിട്ട് നമുക്ക് ഇതിനെ ഒന്ന് സെപ്പറേറ്റ് ചെയ്ത് മാറ്റി വയ്ക്കാം കേട്ടോ. അപ്പോൾ ഇത് ഞാൻ വീണ്ടും ഒന്ന് കുഴച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ഇതിൽ നിന്ന് കറക്റ്റ് അതിൻ്റെ പകുതിയാക്കി എടുക്കുകയാണ് ചെയ്യുന്നത്. അതിനുശേഷം നമുക്ക് ഇതിനെ ഓരോരോ ഉണ്ടകളാക്കിയിട്ട് ഇതേപോലെ, അതായത് ഇങ്ങനെ ഉള്ളിലേക്ക് ഇങ്ങനെ മടക്കി മടക്കി കൊടുത്താൽ മതി. അപ്പോൾ നമുക്ക് കറക്റ്റ് ആയിട്ടുള്ള ഓരോ ബോളാക്കി എടുക്കാനായിട്ട് പറ്റും കേട്ടോ. അങ്ങനെ ആദ്യം തന്നെ വേണ്ട നമുക്ക് നോക്കിയാൽ അപ്പോൾ നല്ല കറക്റ്റ് ആയിട്ട് തന്നെ അത് വരും ചെയ്യും. അപ്പോൾ നോക്കി ഇതേപോലെ നല്ല ഒരു ഉണ്ടയാക്കിയിട്ട് നമുക്കൊന്ന് ഇത് മാറ്റി വയ്ക്കാം. അങ്ങനെ ഞാൻ ഇവിടെ എല്ലാതും ഇതേപോലെ ഒരു പ്ലേറ്റിലേക്ക് ഒന്ന് മാറ്റി വയ്ക്കുകയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഇവിടെ ടോട്ടൽ ഒരു 6 എണ്ണമാണ് കേട്ടോ നമുക്ക് കിട്ടിയിട്ടുള്ളത്. അതിൽ ഒരെണ്ണത്തിരി ചെറുതാണ് കേട്ടോ, അത് മാത്രം. ബാക്കിയുള്ളതൊക്കെ നല്ല വലിയൊരു ബോളാക്കി നമ്മൾ എടുത്തിട്ടുണ്ട്. ഇനി ഉണ്ടല്ലോ ഇതിന് മുകളിലേക്ക് നമുക്ക് ഉണ്ടല്ലോ കുറച്ചും കൂടി ഓയിലൊന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ആ ഓയിലും കൂടി ചേർത്തിട്ട് ഇതിനെ ഉണ്ടല്ലോ ഒരു അരമണിക്കൂർ ഒന്നും കൂടി റെസ്റ്റ് ചെയ്യാനായിട്ടൊന്ന് മാറ്റി വയ്ക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. അതിന് ശേഷമാണ് നമ്മൾ ഇതിനെ പരത്താനായിട്ട് പോകുന്നത്. അങ്ങനെ അരമണിക്കൂറൊക്കെ ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതേപോലെ ഒരെണ്ണത്തിന് എടുക്കാം. എന്നിട്ട് കൗണ്ടർ ടോപ്പിൽ കുറച്ച് ഓയിലൊന്ന് ഇതേപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ട് അതിന് മുകളിലേക്ക് ഒന്ന് വെച്ചിട്ട് കൈ കൊണ്ട് തന്നെയാണ് കേട്ടോ നമ്മൾ പരത്തിയെടുക്കുന്നത്. എനിക്ക് ചുറ്റിയടിക്കാനൊന്നും അറിയില്ല, അതുകൊണ്ട് തന്നെ ഇതേപോലെ ഒന്ന് ഇങ്ങനെ പരത്തിയെടുക്കുക. ഇനി നമ്മളുണ്ടല്ലോ പരത്തുമ്പോൾ കയ്യിൽ കുറേശ്ശെ ഓയിൽ ഇങ്ങനെ ആക്കിയിട്ട് പരത്തുകയാണെങ്കിൽ നമുക്ക് നല്ല പോലെ ഇതേപോലെ ഇങ്ങനെ ചുറ്റി അടിക്കണ പോലെ തന്നെ കറക്റ്റായിട്ട് നല്ല ഇതിൽ പരത്തിയെടുക്കാനായിട്ട് പറ്റും കേട്ടോ. കണ്ടോ ഇതേപോലെ. എന്നിട്ട് കുറച്ച് ഓയിൽ നമ്മൾ ഇതിൻ്റെ മുകളിലേക്ക് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അതിന് ശേഷം അതിന് മുകളിലേക്ക് കുറച്ച് മൈദ ഒന്ന് തൂക്കി കൊടുത്തിട്ട് ഇനി ഇതിനെ നമുക്കുണ്ടല്ലോ ഒരു ഇതേപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതിനെ നമുക്ക് ഒരു കത്തി വെച്ചിട്ട് ഇതേപോലെ വളരെ എന്താ പറയുക നീളത്തിൽ തന്നെ ഇതേപോലെ ഒന്നിങ്ങനെ വരിഞ്ഞെടുക്കാം. അപ്പോൾ എല്ലാതും ഇങ്ങനെ വരിഞ്ഞ് നമ്മൾ എടുക്കുകയാണ് ചെയ്യുന്നത്.
അങ്ങനെ അത് വരിഞ്ഞെടുത്തതിന് ശേഷം ഇനി നമുക്ക് ഇതിൻ്റെ സൈഡ് പിടിച്ചിട്ട് ഇതേപോലെ ഒന്ന് ഇങ്ങനെ മടക്കി മടക്കി എടുത്ത് കഴിഞ്ഞിട്ട് ഇതിനെ ഒന്നിട്ടല്ലോ വീണ്ടും നമുക്ക് എല്ലാതും ഇതേപോലെ ഒന്ന് ആക്കി എടുത്തതിന് ശേഷം ഒന്ന് ചുറ്റിയെടുക്കാം കേട്ടോ. അപ്പോൾ അത് ഇതേപോലെ ഒന്ന് ചുറ്റിയെടുത്തിട്ട് ഇതിനെ ഒന്ന് നമുക്കൊന്ന് മാറ്റി വയ്ക്കാം. അങ്ങനെ ദേ നമ്മൾ ഒരെണ്ണം ഇവിടെ ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ദേ ഞാനിവിടെ ഈ പ്ലേറ്റിൽ നമ്മുടെ ബാക്കി എല്ലാതും ഇതേപോലെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനൊന്ന് പരത്തിയെടുക്കണം. അപ്പോൾ അതിനായിട്ട് ആദ്യം കൗണ്ടർ ടോപ്പിൽ കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് അതിലേക്ക് ഒരെണ്ണം എടുത്ത് വെച്ചിട്ട് അതിന് മുകളിലും കുറച്ച് ഓയിൽ വെച്ചിട്ട് നമ്മുടെ ഈ കൈയിൻ്റെ ഈ ഭാഗം ഉണ്ടല്ലോ അത് വെച്ചിട്ടാണ് കേട്ടോ ഒന്ന് പരത്തി ഇതേപോലെ തന്നെ പരത്തിയെടുക്കുക. എന്നിട്ട് ഇത് അത്യാവശ്യം വലുപ്പത്തിൽ നമ്മൾ പരത്തിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിനെ നമുക്കൊന്ന് ചുട്ടെടുക്കാം. അപ്പോൾ അതിനും പാത്രത്തിലേക്ക് ഒന്ന് ഓയിൽ ഇതേപോലെ ഇത്തിരി ഒഴിച്ച് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം അതിലേക്ക് നമുക്ക് ഓരോന്നായിട്ട് ഇങ്ങനെ വെച്ച് കൊടുക്കാം കേട്ടോ. എന്നിട്ട് അതിനെ തിരിച്ച് മറിച്ചിട്ടിട്ട് നല്ല രീതിയിൽ തന്നെ ഒന്ന് എന്താ പറയുക ചുട്ടെടുക്കുക. അപ്പോൾ അതേ ഇത് നോക്കിയ ഓരോ ഭാഗം അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ മുരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് തിരിച്ച് മറിച്ചിട്ടെടുത്തിട്ട് ഇതേപോലെ ചെയ്തെടുത്താൽ നമ്മുടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ല അടിപൊളി നൂൽ പൊറോട്ട ഇവിടെ റെഡി ആയിട്ടാ. അപ്പോൾ അതേ അടുത്തതും ഞാനിവിടെ പരത്തിയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതും ഇതിലേക്ക് ഒന്ന് ഇനി ചുടാനായിട്ട് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മൾ എപ്പോഴും ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് ഓയിലൊക്കെ ഇതേപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ സൺഫ്ലവർ ഓയിലാണ് കേട്ടോ യൂസ് ചെയ്തിട്ടുള്ളത്. അങ്ങനെ രണ്ടെണ്ണം നമുക്കിവിടെ ചുട്ട് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഈ രണ്ടെണ്ണം വെച്ചിട്ടാണ് നമ്മൾ ആദ്യം ഒന്ന് ഇതേപോലെ അടിച്ചെടുക്കാനായിട്ട് പോകുന്നത് കേട്ടോ. അപ്പോൾ എപ്പോഴും ആ ചൂട്ടോട് കൂടി തന്നെ അടിച്ചെടുക്കാൻ നോക്കണേ. എന്നാലാണ് നമുക്ക് പൊറോട്ട ഇതേപോലെ നല്ല രീതിയിൽ തന്നെ സെപ്പറേറ്റ് ചെയ്ത് കിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ അടിച്ചെടുക്കുമ്പോൾ അത് ഈസി ആയിട്ട് തന്നെ എന്താ പറയുക സെപ്പറേറ്റ് ആയിട്ട് പോരും ചെയ്യും. അങ്ങനെ നമുക്ക് നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള നൂൽ പൊറോട്ട ഇവിടെ റെഡി ആയി. നോക്കിയാൽ ലെയറായിട്ട് അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഇത് ഇനി നമുക്ക് ഇതേപോലെ ഒരു പ്ലേറ്റിലേക്ക് ഒന്ന് മാറ്റി വയ്ക്കാം കേട്ടോ. അങ്ങനെ ഇനി ബാക്കിയുള്ളതൊക്കെ ഞാനിവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിന് നമുക്കിനി ഒരു പാത്രത്തിലേക്ക് ഒന്ന് സെർവ് ചെയ്യാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വളരെ ടേസ്റ്റി ആയിട്ട് തയ്യാറാക്കാൻ പറ്റിയിട്ടുള്ള നമ്മുടെ നൂൽ പൊറോട്ട ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി അതിൻ്റെ കൂടെ നമ്മുടെ അടിപൊളിയായിട്ടുള്ള ബീഫ് റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അത് അതിൻ്റെ മുകളിലേക്ക് ഒന്ന് വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇതാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. അപ്പോൾ എല്ലാവരും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്യുക. നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ഓക്കെ, ബൈ.